തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെഞ്ഞാറമൂട് സ്വദേശി 30 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകിയെന്ന് സംശയിക്കുന്ന എറണാകുളം സ്വദേശിയായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. രാവിലെ 11:30യോടെയാണ് ആതിരയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. 5:30 അമ്പലത്തിൽ പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ ആതിരയെ കുത്തേറ്റ മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടത്. വീടിനെതിർവശമുള്ള പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ്. 8:30 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിൽ വിട്ടത് ആതിരയാണ്. ഇതിനുശേഷമാണ് കൊലപാതകം. ഭർത്താവ് രാജീവാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം പോലീസിന് നൽകിയത്. 3 ദിവസം മുമ്പ് എറണാകുളം സ്വദേശി വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നതായും രാജീവ് പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടറും നഷ്ടമായി. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇതുമായി കടന്നു കളഞ്ഞു എന്നാണ് നിഗമനം. പട്ടാപ്പകൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കൊലപാതകിയെന്ന് സംശയിക്കുന്നയാൾ ഇപ്പോഴും കാണാമറയത്താണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് ആതിരയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നതായാണ് വിവരം. ആതിരയുടെ അമ്മയ്ക്കും ഇയാളെ അറിയാമായിരുന്നതായി പോലീസ് പറയുന്നു. 2 ദിവസം മുമ്പ് ആതിരയുടെ അമ്മയുടെ ഫോണിലേക്ക് ഇയാൾ വിളിച്ചിരുന്നു. ഈ ഫോൺ നമ്പർ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. രാവിലെ 8:30നും 11:00നും ഇടയ്ക്ക് കൊലപാതകം നടന്നതായാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ബസ് സർവീസ് പോലും അധികമില്ലാത്ത ഈ സ്ഥലത്തേക്ക് അജ്ഞാത സുഹൃത്ത് എങ്ങനെ എത്തിയെന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ആതിരയുടെ വാഹനവുമായി ഇയാൾ കടന്നിട്ടുണ്ടെങ്കിൽ സമീപത്തെ CCTV ക്യാമറകളിലെങ്കിലും ദൃശ്യങ്ങൾ പതിയേണ്ടിയിരുന്നു. പക്ഷേ ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആതിരയുടെ ഭർത്താവ് രാജീവ് കായംകുളം സ്വദേശിയാണ്. 25 വർഷമായി പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി. 8 വർഷം മുമ്പാണ് ആതിരയുമായുള്ള വിവാഹം. 6 വർഷമായി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വാടക വീട്ടിലാണ് താമസം. പോറ്റിക്ക് ഇതിൻ്റെ ചില സംശയങ്ങളുണ്ടായിരുന്നതായിട്ട് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസ്, അവരെ ഈ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ വഴിയുള്ള പരിചയമാണ്. അങ്ങനെ അത് പോറ്റി കണ്ടുപിടിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ സംസാര വിഷയങ്ങളൊക്കെ ഉള്ളതായിട്ട് അറിവുണ്ട്. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായി കടന്നുകളഞ്ഞു എന്ന് പറയുന്ന കൊലപാതകിയുടെ ദൃശ്യങ്ങൾ ഒരു CCTVയിൽ നിന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ദുരൂഹതകൾ നിറഞ്ഞ കേസിൻ്റെ ചുരുളഴിക്കാൻ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. കഠിനംകുളത്ത് നിന്നും VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24.